നമസ്കാരം. ഞാൻ ഇന്ന് രാവിലെ വെള്ളയപ്പവും കടലേനെ കൊണ്ടുള്ള വെള്ളക്കടല ചേർത്തിട്ടുള്ള ഒരു സ്റ്റ്യൂ ആണ് ഉണ്ടാക്കുന്നത്. അത് ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, 2 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട എല്ലാം ഇട്ടിട്ട് ഒന്ന് നല്ല പോലെ വേവിച്ച് വെച്ചതാണ്. ഇത് നല്ല പോലെ വേവണം, ഇല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഈ വെള്ളക്കടല. ഇത് ഞാനിനി ഇതൊന്ന് ഒരു ലേശം തേങ്ങയും ഒരിത്തിരി കടലയും ചേർത്തിട്ട് ഒന്ന് അരച്ച് കൊണ്ടുവരുന്നുണ്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇത് ഞാൻ താളിക്കാനായിട്ട് ഉള്ളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി ഏകദേശം ആയി വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. സ്റ്റ്യൂ ആയതുകൊണ്ട് ഞാൻ ലേശം പശു നെയ്യ് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് സ്റ്റ്യൂ ഒരു നല്ല ടേസ്റ്റ് കിട്ടുക. ഈ വെന്ത കടല ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഇനി ഈ അരപ്പ് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റേറിയൻസിന് ഏറ്റവും നല്ലൊരു കറിയാണിത്. എല്ലാത്തിൻ്റെ കൂടെയും കൂട്ടാം. പുട്ട്, അപ്പം, പൊറോട്ട, ചപ്പാത്തി ഏതിൻ്റെ കൂടെ കൂട്ടാനും നല്ലൊരു കറിയാണിത്. ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 2ാം പാലാണിത്. ഇതുകൂടെ ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കറി വേണമല്ലോ. ഇനി ഞാൻ ലേശം മല്ലിയിലിട്ട് കൊടുക്കുന്നുണ്ട്. കറി ഏകദേശം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് കട്ടി തേങ്ങാപ്പാലുണ്ട്, അത് ലേശം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറി റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. കുറച്ച് കുരുമുളക് പൊടി, സ്റ്റ്യൂ ആകുമ്പോൾ കുരുമുളക് പൊടി എന്തായാലും വേണ്ടി വരും. കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം എൻ്റെ കടല സ്റ്റ്യൂ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാം. വെള്ളയപ്പത്തിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എപ്പോഴും വെള്ളയപ്പത്തിൻ്റെ കൂട്ട് ഒന്നിച്ചിട്ടെടുക്കാൻ പാടില്ല. ഇത് ഞാൻ ഇതിൽ നിന്ന് ചേർത്ത് വെച്ചതിനകത്ത് നിന്ന് കുറച്ച് എടുത്തിട്ടേ ചുടാറ്. ഇല്ലെങ്കിൽ അവസാനം ഉണ്ടാകുന്ന വെള്ളയപ്പം ശരിയാവില്ല. ഞാൻ നോൺ സ്റ്റിക്കിലൊന്നും വെള്ളയപ്പം ചൂടില്ല. ഞാൻ നല്ല ചീനച്ചട്ടിയിലാണ് തന്നെയാണ് വെള്ളയപ്പം ഉണ്ടാക്കാറ്. ഇത് രാവിലത്തെ എൻ്റെ ഇന്നത്തെ വെള്ളയപ്പവും വെള്ളക്കടലേൻ്റെ സ്റ്റ്യൂ ആണ്. ഇത് നല്ല ടേസ്റ്റാണ്. ഒന്നാമത് വെജിറ്റേറിയൻസിന് വളരെ നല്ല കറിയാണിത്. നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.